ഞാൻ ഷജ. ഇന്ന് ഞാൻ ഡെസ്ക് ടൂർ കാണിക്കാം കേട്ടോ. ഡെസ്കൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് എങ്ങനെയാണ് എൻ്റെ ഡെസ്ക് ഉണ്ടായിരുന്നതെന്ന് ജസ്റ്റ് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ വാളിൽ എന്തൊക്കെയാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിക്കാം. ഞാൻ സൗദിക്ക് പോയിരുന്ന ടൈമിൽ കിട്ടിയിട്ടില്ല ബോർഡിംഗ് പാസസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഡ്സ് എല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും സ്റ്റിക്കാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊക്കെ മാറ്റിയിട്ട് അവിടെ വിഷൻ ബോർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വിഷൻ ബോർഡ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട്, ബട്ട് അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പോൾ അതിനി അപ്ലോഡ് ആക്കണോ വേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞാൻ ഡെസ്കിൽ എന്തൊക്കെയുള്ളത് കാണിക്കാം. ഇത് പൈൻസ് ആണ് കേട്ടോ. ഞാൻ ടൂർ പോയിരുന്ന സമയത്ത് കളക്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ലാമ്പും ഉണ്ട്, പിന്നെ ഒരു സെൻറ്റഡ് ക്യാൻഡിലും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്യൂലിപ്പ് ഒരു ഗ്ലാസ് വേസിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊരു ഓൾഡ് പിക്ക് ഉണ്ട് കേട്ടോ. ഓൾഡ് പിക്ക് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെയും ഉപ്പാൻ്റെയും കൂടെ ഒപ്പമുള്ളൊരു പിക്കാണ് കേട്ടോ അത് ഞാൻ ക്ലേ വെച്ചിട്ടൊരു സ്റ്റാൻഡ് അതിനുണ്ടാക്കിയിട്ട് അതും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയുള്ളത് കാണിക്കാം. ഇവിടെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ബുക്സാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അധികം യൂസ് ചെയ്യാത്ത മീൻസ് പ്ലാനർ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ലാത്ത നോർമൽ ബുക്സ്. എനിക്കിങ്ങനെ ഈ ബുക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എവിടെ കണ്ടാലും മേടിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ക്യൂട്ട്നെസ് കാരണം ഞാനത് യൂസാക്കാറില്ല. അപ്പോൾ ബുക്സിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാറാണ് പതിവ്. ഇത് ഞാൻ 2025 യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ജേർണലാണ്. അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് അതിൽ ജേർണൽ പ്രോംസ് മാത്രം എഴുതി വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള അധിക ബുക്സും ഞാൻ സൗദി പോയിരുന്ന സമയത്ത് മേടിച്ചതാണ്. ബുക്കിൻ്റെ സെക്ഷന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ 2 ഓർഗനൈസേഴ്സ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് നിയോൺ പോത്തോസ് ആണ് കേട്ടോ. എനിക്കെൻ്റെ റൂമിൽ കുറേ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാവണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എങ്ങനെയാണോ സ്റ്റേഷനറീസൊക്കെ ഇഷ്ടം അതേപോലെ പ്ലാന്റ്സും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു മഷ്റൂം ഉണ്ട്. ഇതെങ്ങനെ ചെയ്തിട്ടുള്ള എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്രോഷറ്റ് മഷ്റൂമാണ്. അമീകുർമി മെത്തേഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായതിനാണ്. ബട്ട് ക്രോഷ്യ എങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാത്തത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ക്യാൻഡിൽ ഉണ്ട് കേട്ടോ. ഇത് ബാറ്ററി വർക്കിംഗ് ക്യാൻഡിലാണ്. ഇനി ഞാൻ ഈ 2 ഓർഗനൈസേഴ്സിൽ എന്തൊക്കെയുള്ളത് കാണിക്കാം. ഇതിൽ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു മെറ്റീരിയൽസാണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ഓർഗനൈസറിൽ ഫുള്ള് സ്റ്റിക്കേഴ്സാണ് ഉള്ളത്. ഇതൊരു സ്റ്റേഷനറി ടൂർ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ അടുത്ത ഓർഗനൈസറിലുള്ളത് കറക്ഷൻ ടാപ്പ്, ഗ്ലൂ ടേപ്പ് അങ്ങനത്തെ മെറ്റീരിയൽസും സ്റ്റിക്കി നോട്ട്സ് കാര്യങ്ങളും പിന്നെ വാഷി ടേപ്സൊക്കെയാണ് ഉള്ളത്. മുകളിലായിട്ട് ഇത്ര മെറ്റീരിയൽസേ ഉള്ളൂ കേട്ടോ. ഞാനതിൻ്റെ അടിയിൽ എന്തൊക്കെയുള്ളത് കാണിക്കാം. ഈ കോർണറിലായിട്ട് ഞാനൊരു കൗവിൻ്റെ മഗ്ഗിൽ ഒരു മിനി ക്യാറ്റസ് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ക്യാറ്റസ് ഒന്നും അധിക കാലം നിൽക്കില്ല കേട്ടോ. കാരണം ഞാൻ അത് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കും. അപ്പോൾ തുടക്കുന്ന സമയത്ത് തുടപ്പിൻ്റെ നൂല് ഇതിൻ്റെ മുള്ളുമ്മ കുടുങ്ങിയിട്ട് ഇത് നിലത്തേക്ക് ചാടിയിട്ട് ആകെ കേടുവരും. അങ്ങനെ കുറേ ക്യാറ്റസിൻ്റെ കയ്യിൽ നിന്ന് കേട് വന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. പിന്നെ 2 ക്യാൻഡിൽസ് ഉണ്ട്. ഈ ക്യാൻഡിൽസ് ഞാൻ അധികം കത്തിക്കാറില്ല, കാരണം ഇതിൻ്റെ ചൂട് തട്ടിയിട്ട് മേൾഭാഗം ഇങ്ങനെ വിണ്ടിട്ടുണ്ട്. അത് ഞാൻ ഈ ഇടയായിട്ടാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ അത് കത്തിക്കാറേ ഇല്ല. ഇതിലത്തെ ആ ചെറിയ ക്യാൻഡിൽ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. എനിക്കിങ്ങനെ ഈ ലൈറ്റൊക്കെ ഉള്ള ഡെക്കോസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും ഡെക്കോസൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ ലൈറ്റുള്ളത് നോക്കിയിട്ടാണ് മേടിക്കാറുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പെൻ ഹോൾഡർ ഉണ്ട് കേട്ടോ. ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെറ്റീരിയൽസാണ് വെച്ചിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ഒന്നും യൂസ് ചെയ്യാറില്ല, കാരണം മഷി കഴിയുമോ എന്നുള്ള പേടി കാരണമാണ്. പിന്നെ അതുമേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ അപ്പുറത്ത് എന്തൊക്കെയുള്ളത് കാണിക്കാം.
ഒരു ക്യൂട്ട് ഫ്രോഗിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹോം മെയ്ഡായിട്ട് ക്ലേ ചെയ്തപ്പോൾ അത് എങ്ങനെയാണ് നല്ലതാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രോഗാണ്. ക്ലേ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും നോ കുക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു പിക്കിൾ ജാർമ ഞാൻ ഒരു ഗോൾഡൻ സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു ഡെക്കോർ പീസായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു കലണ്ടർ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പോർഷനിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ബുക്സൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ബുക്സാണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ടുള്ളത് ഒരു പ്ലാനറാണ് കേട്ടോ. ഇത് 2025 വേണ്ടിയിട്ട് ചെയ്തൊരു പ്ലാനറാണ്. ഇതിൻ്റെ കവർ പേജ് ഭയങ്കര പ്ലെയിനേനു. അപ്പോൾ അത് ഞാൻ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് എല്ലാം സ്റ്റിക്കാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ക്യൂട്ടല്ലാത്ത എല്ലാതും ആയിട്ടുണ്ട്. പിന്നുള്ളതും ഒരു പ്ലാനറാണ് കേട്ടോ. ഇത് 2024 പ്ലാനറാണ്. ബട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ടു ഡു ലിസ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നുള്ളതൊരു മിനി സ്കെച്ച് ബുക്കാണ്. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്കെച്ച് ബുക്കാണ് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഞാനൊരു ജേർണൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാര്യമായിട്ട് ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യാറുള്ളത്. അത്യാവശ്യം നല്ല GSM ഉള്ള പേപ്പേഴ്സാണ്. സ്കോളറാണ് കേട്ടോ ബ്രാൻഡ്. അടുത്തതൊരു ഫ്രണ്ട്ഷിപ്പ് ജേർണലാണ് കേട്ടോ. ഫോണിലുള്ള ഫ്രണ്ട്സിൻ്റെ പിക്സൊക്കെ പോയാലോ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് ഒരു ബുക്കിൽ സ്റ്റിക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത്. ബട്ട് വെറുതെ സ്റ്റിക്ക് ചെയ്യണ്ടെന്ന് പിന്നെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. സംഭവം രസമാണ് കേട്ടോ, വെറുതെ ഇരിക്കുമ്പോൾ വായിച്ചു നോക്കാനായിട്ട്. ഇതിലെൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പോഴത്തെ വരെ പിക്സ് എല്ലാതും ഉണ്ട് കേട്ടോ. ഞാനത് പുതിയ പിക്സൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാനത് സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാറുള്ളത്. ഇതിൽ പിക്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്. എനിക്ക് ഫ്രണ്ട്സ് തന്നിട്ടുള്ള കാർഡ്സും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മെറ്റീരിയൽസ് എല്ലാം ഞാൻ അതിൻ്റെ ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേജസിലെല്ലാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇലസ്ട്രേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഒരു ബ്ലാക്ക് കവറായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറുതെ കേടെടുത്തണ്ടല്ലോ വിചാരിച്ചിട്ടാണ് യൂസ് ആക്കാത്തത്. പിന്നെ ഉള്ളതൊരു സ്കെച്ച് ബുക്കാണ്. ഇത് ഞാൻ റീസെൻ്റായിട്ട് മേടിച്ചിട്ടുള്ളൊരു സ്കെച്ച് ബുക്കാണ്. അതുകൊണ്ട് തന്നെ അധികം പെയിൻറ്റിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് 2 പേജിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. 2 പേജ് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്തത് കംപ്ലീറ്റും ആയിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ടോപ്പ് പോർഷനിലായിട്ട് ഇത്ര മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ടേബിളിൻ്റെ സൈഡിലായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും വെക്കാറുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെക്കുന്നതാണ്. ഇനി ഞാൻ അതിൻ്റെ അടിയിൽ എന്തൊക്കെയുള്ളത് കാണിക്കാം. ഫസ്റ്റ് ആയിട്ടൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഞാനിതിന് ക്ലീനിങ് ബോക്സ് എന്നാണ് കേട്ടോ പറയാറ്. ഇത് വാട്ടർ സ്പ്രേ ചെയ്യുന്നതും പിന്നെ കുറച്ച് വെള്ളവും പിന്നെ ക്ലീനിങ് ബ്രഷും കുറച്ച് ഗ്ലൗസൊക്കെ ഉണ്ട് അതിൽ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ടിഷ്യൂ ബോക്സും ഉണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യുന്ന സ്റ്റേഷനറീസും അതേപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതൊക്കെ വെക്കാറുള്ളത്. എൻ്റെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസൊന്നും ഈ ഡെസ്കിൽ കൊള്ളാത്തതുകൊണ്ട് ബാക്കി കുറച്ചൊക്കെ ഞാൻ വേറെ ഷെൽഫിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.